ഇതെങ്ങനെ വെറുതെ വിടരുത്. കുറെ നാളായിട്ട് തല്ലും കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മറ്റു പലരെയും ഭയന്ന് അയാളും അയാളുടെ അമ്മ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ണേട്ടന് ഞാനും തമ്മിൽ പിണങ്ങി പെരിഞ്ഞെന്നറിഞ്ഞിട്ടാ ഈ രീതിയിൽ എന്റെ അമ്മയെ തല്ലിയത്. ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല മഹി. അനന്തോട്ട് വീട്ടിലുണ്ട്. ഇപ്പൊ തന്നെ കണ്ണേട്ടനെ വിളിക്കണം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അയ്യോ, ഒന്നും വേണ്ട, വേണ്ടെന്ന് വെക്കാം. അമ്മയ്ക്ക് ഞങ്ങളുടെ ഒപ്പം വന്ന് താമസിക്കാൻ പറ്റുമോ? ഞങ്ങൾ അതേപ്പറ്റി ഇപ്പൊ സംസാരിച്ചോണ്ട് വന്നത്. അങ്ങനെ താമസിച്ചാലും ശരി, അയാളും അയാളുടെ അമ്മയും ചെയ്ത ഈ പ്രവൃത്തിക്ക് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം മഹി. വഴക്കിനൊന്നും പോകണ്ട മോളെ. വഴക്കിന് പോയത് നമ്മളല്ലല്ലോ അമ്മേ. നിയമത്തിന്റെ വഴിക്ക് പോണം. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ തല്ല നിയമമില്ല. ഇവിടെ ഒരു കാരണവും കൂടാതെ അമ്മ രണ്ടാളും കൂടി ഈ പരുവത്തിലാക്കിയത്. അതിനെ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ അവർക്കൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. അതിന് എന്താ മോളെ ചെയ്യാൻ പോകുന്നത്? ചെയ്യുന്നത് ഞങ്ങളല്ലേ അമ്മേ. അനന്തോട്ടനും കണ്ണേട്ടനും എന്താ പറയുന്നെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യാം. മുഖമെല്ലാം വീങ്ങിയിരിക്കുക, ചോരയും പൊടിയുന്നുണ്ട്. അത് ഏതെങ്കിലും മക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? അയാൾക്കും അയാളുടെ അമ്മയ്ക്കും കൊടുക്കേണ്ട രീതിയിലൊക്കെ ഞാൻ കൊടുത്തതാ. എന്നിട്ടും അത് മനസ്സിലായില്ലെങ്കിൽ ഇനി രണ്ടും കൽപ്പിച്ച് പോയേ പറ്റൂ അമ്മേ. അമ്മ അമ്മയുടെ തറവാട്ടിൽ നിൽക്കുവാണെങ്കിൽ അമ്മയ്ക്ക് ആരെയും ഭയക്കാതെ അവിടെ ജീവിക്കാൻ കഴിയണം. അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാ, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഓർമ്മയായ കാലം മുതൽ കണ്ണീര് കുടിക്കുന്ന ഒരമ്മയാ ഞാൻ കണ്ടിട്ടുള്ളത്. അതിനൊരു അവസാനം ഉണ്ടാവണം. അയാൾ എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മയുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. എന്നാ ഇതുപോലെ ഒരിക്കലും തല്ലിയിട്ടില്ല. ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടെന്ന് അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ അവസരം ഇത്. അതൊരു കാരണവശാലും വേണ്ടെന്ന് വെക്കരുത്. അമ്മ വാ, അമ്മ ഒന്ന് വണ്ടി കയറ്. വാ അമ്മ. അമ്മ അമ്പലത്തിൽ വന്നിട്ട് അകത്ത് കയറിയായിരുന്നോ? ഇല്ല. എന്നാ അകത്ത് കയറിയിട്ട് പോവാം. പ്രശ്നം സമാധാനമായിട്ട് പരിഹരിക്കണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അമ്മയുടെ ദേഹത്ത് കൈവച്ചവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് വേണം പ്രാർത്ഥിക്കാൻ. ലേഖ, ഞാനോടൊന്നും കയറിയിട്ട് വരാം. വാ അമ്മ. എടാ, അവള് പോയിട്ട് കുറെ നേരം ആയല്ലോടാ. ഇനി അവള് എന്തെങ്കിലും ഇടങ്ങേട് ഉണ്ടാക്കുവോ? ഉണ്ടാവുന്നെങ്കിൽ അങ്ങ് ഉണ്ടാവട്ടമ്മേ. ചിലപ്പോ അമ്മയും മോളും കൂടെ ഞാനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്ന് അങ്ങ് പറയുമായിരിക്കും ആ അനന്തൂരിനോട് ലേഖയോടൊക്കെ. അല്ലാതെ കണ്ണനോട് പോയി അത് പറഞ്ഞാ അവൻ അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. എടാ പ്രതാപ, എന്നാലുവേ എനിക്കിപ്പോ വല്ലാത്തൊരാദി പോലെ ഒരു ഭയം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ. അവള് ചിലപ്പോ ഇനി തിരിച്ചു വരില്ലായിരിക്കും. അനന്തൂന്റെയും ലേഖയുടെയും കൂടെ അല്ലേ ഇപ്പൊ മോള് താമസിക്കുന്നേ. അവിടെ അവക്ക് വേണ്ടിട്ട് ഒരു മുറി അങ്ങ് ഒഴിച്ചു കൊടുക്കുമായിരിക്കും. അയ്യടാ, അത് കൊള്ളാലോ. അപ്പൊ ഈ വീട്ടുപണി എല്ലാം കൂടെ ഞാൻ ചെയ്യണ്ടേടാ? അമ്മ അതിന് വിഷമിക്കുന്നു വേണ്ട. അതിനാരെങ്കിലും ഒരു നല്ല ജോലിക്കാരി നമുക്ക് വെക്കാമേ.
ഡാ നീ അവളെ താഴെയിട്ട് ചവിട്ടുമല്ലായിരുന്നോ? ഇനി ആശുപത്രിയിലെങ്ങനും ആയോ എന്തോ? ആവണമെങ്കിൽ അങ്ങ് ആവട്ടമേ. ഓ, എന്റെ ഉള്ളിൽ കൂട്ടി വെച്ചോണ്ട് നടന്ന ദേഷ്യം മുഴുവനാ ഞാൻ അവളുടെ മേലെ തീർത്തത്. ആ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കയറേണ്ടി വന്നാലും ജയിലിൽ കിടന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. എടാ, 1-2 തല്ല് ഞാനും ഒക്കിട്ട് കൊടുത്തായിരുന്നടാ. അമ്മയുടെ എന്റെയൊക്കെ മുന്നിൽ പഞ്ചപൊച്ച അടക്കി നിന്നിരുന്നവളാ. മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുന്നിൽ വെളിച്ചപ്പാടായത്. ഇനി അവൾ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ട് തല താഴ്ത്തി അനുസരണയോടെ നിൽക്കണം. ഈ വീട്ടിലെ ഒരു ജോലിക്കാരി, അതിനപ്പുറത്ത് ഒരു പവറും അവൾ കാണിക്കാൻ പാടില്ല. ആ എടാ, അവൾ മടങ്ങി വരുവാണെങ്കിലേ നനഞ്ഞ കോഴിയെ പോലെ തന്നെയായിരിക്കും വരുന്നത്. ആ, ഹ്. ഇനി നമ്മുടെ നേരെ അവള് വിരല് ചൂണ്ടില്ല, കയർത്ത് സംസാരിക്കില്ല. അങ്ങനൊരു മോഹിനിയെ മതി ഇനി ഈ വീടിന്. ഇനിയിപ്പോ ഒരു പ്രമാണം തയ്യാറാക്കണം. ഈ വീടിന്റെയും പറമ്പിന്റെയും പകുതി അവളുടെ പേരിലൂടെയാ. എടാ, ശരിക്കും ഇത് അവളുടെ പേരിലുള്ള വീടല്ലേടാ. നീയും അവളും തമ്മിലുള്ള കല്യാണം നടക്കണമെങ്കിൽ പകുതി നിന്റെ പേരിലൂടെ എഴുതി വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവളുടെ ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് ഞാൻ കാണിച്ച ബുദ്ധിയാ. അല്ലെങ്കിൽ ഒന്ന് കെട്ടി ഒരു കുഞ്ഞുള്ളവളെ നമ്മൾ ഏറ്റെടുക്കുമായിരുന്നു അമ്മേ. ഇനിയിപ്പോ പകുതിയായിട്ട് എഴുതി വെച്ചത് മുഴുവനാക്കണം. പ്രമാണം കൊണ്ടുവന്നിട്ട് ബലമായി അവളോട് ഒപ്പിടാൻ പറയണം. ആ, അത് വേണം. അല്ലെങ്കിലേ കണ്ണന്റെ പകുതി സ്വത്തും മകള് കൈക്കലാക്കിയ പോലെ അവളുടെ സഹായത്തോടെ ഇവളും എല്ലാം നിന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചെന്നും വരും. അതിനെ പ്രതാപൻ വേറെ ജനിക്കണം. അയ്യോ, പോലീസ്! അയ്യോ പ്രതാപ, ഞാനിവിടെ ഇല്ല. അവരോട് പറഞ്ഞേക്ക്. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? അയ്യോ അയ്യോ. സാർ, എന്നെ പിടിക്കാൻ വരുന്നേ. ഞാനിപ്പോ എങ്ങോട്ടാ ഓടുന്നേ? അയ്യോ, എനിക്ക് വയ്യ. അയ്യോ, അയ്യോ. എന്താ സാറേ? നിനക്ക് സുഖം തന്നെയല്ലേ? ഓ, എവിടെയാണ് നിന്റെ അമ്മ? അമ്മ ഇവിടെ ഇല്ല സാറേ. ഇല്ലേ? പിന്നെ ഇപ്പൊ അങ്ങോട്ട് ഓടിയതാരടാ? ആരാടാ? ഈ പോലീസുകാരെ കൊണ്ട് തോറ്റല്ലോ. അത് അമ്മയാ. പിന്നെന്താടാ ഇല്ലെന്ന് പറഞ്ഞത്? അമ്മ ഇവിടെ ഇല്ലെന്ന് അമ്മ പറയാൻ പറഞ്ഞു. ഓഹോ, പോയി പിടിക്കവരെ. അയ്യോ അയ്യോ. ശരി സാർ. അയ്യോ, അംബികെ, ദേ അങ്ങോട്ടില്ല. ആ, എങ്ങോട്ടാ ഇപ്പൊ ഓടുന്നു? അയ്യോ, എന്റെ പൊന്നു ദൈവമേ, ഇപ്പൊ എവിടെ ഒളിക്കുന്നത്? എന്റെ ദൈവമേ, ആരെ ഇപ്പൊ വിളിക്കും? എങ്ങോട്ടോ ഒന്ന് ഒളിക്കുന്നു? എന്റെ ഭഗവാനെ, എനിക്ക് വയ്യ. എന്താ സാറേ? എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ? സാരമില്ല, അറിയാത്ത നിന്നെ അറിയിച്ചു തരാം. അയ്യോ സാറേ, എന്തായി? അവിടെയെങ്ങും ഇല്ല. ദേ, ഇവിടുത്തെ വാതിൽ തുറന്നു കിടക്കുക. പുറത്ത് കാണും. വാ, നിങ്ങൾ വാ. വാ. ദാ അങ്ങോട്ട് പോ. പേടിച്ചിട്ട് വയ്യ, നെഞ്ചടിക്കുന്നു. അയ്യോ ദൈവമേ, എന്റെ ദൈവമേ. അയ്യോ, ദേ അവരിവിടെ ഉണ്ട്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് മാറാ. ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. എന്നെ വിട്ടേ. അയ്യോ, ഇതെന്തൊരു കളിയാ? അയ്യോ, അവിടെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്റെ പൊന്നു പോലീസുകാരി. ഒന്നും ചെയ്യില്ല. നീ എന്തിനാടി പോലീസിനെ കണ്ടപ്പോ ഓടിയത്? അത് പ്രായം കുറച്ച് കൂടുതലാ. 75 കഴിഞ്ഞു. അതിന്റെ ഒരു പരിഗണന തരണം. നീ നിന്റെ മരുമോളോട് അതിന്റെ പരിഗണന കൊടുത്തായിരുന്നോ?
മരുമോളെ മകളെ പോലെ കാണാൻ നിനക്ക് പറ്റില്ലായിരുന്നോടി ആ. നടക്കി ഇങ്ങോട്ട്. അയ്യോ അയ്യോ എന്നെ കൊണ്ടുപോകല്ലേ. എന്റെ അമ്മയാണ് സത്യം. ഇതുവരെ പോലീസ് സ്റ്റേഷനിലോ പോലീസ് വണ്ടിയിലോ ഞാൻ കേറിയിട്ടില്ല. എന്നെ കൊണ്ടുപോകരുത്. എന്റെ എന്റെ മോനാ ഇതെല്ലാം ചെയ്തത്, ഞാനല്ല. അതൊക്കെ നീ അവിടെ എത്തിയിട്ട് പറഞ്ഞാ മതി. ശോ. ഇപ്പോഴേ കേസ് നിന്റെ മോന്റെ പേരില. അപ്പൊ നിന്നെ മാത്രം ഒഴിവാക്കാൻ പറ്റില്ല. ഏ? എന്നാലും മോൻ മരുമോളെ തല്ലുമ്പോ നീ കാഴ്ചക്കാരിയായിരുന്നല്ലോടി. അല്ല മോൻ എല്ലാ പ്രോത്സാഹനം കൊടുത്തത് നീയായിരിക്കും. അല്ലെന്നേ. അപ്പൊ പിന്നെ നിന്നെ ഞങ്ങൾക്ക് വേണം. അയ്യോ. വാടി ഇങ്ങോട്ട്. ഈ കുറ്റം ചെയ്യാത്ത എന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്? ഇങ്ങോട്ട്. അയ്യോ ഞാൻ വരില്ല. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നെ എന്തിനാ നീ പോകാൻ ചെന്നിട്ട് ഞാൻ തീരുമാനിക്കാം. കൊന്നു പോലീസുകാരി, ഞാൻ പറയുന്നൊന്ന് വാടി കേൾക്ക്. ഇങ്ങോട്ട്. എന്നെ വിട. പോ അയ്യോ അങ്ങോട്ട്. എന്നെ വിട്ടേ. ഞാൻ നടക്ക്. കൊല്ലുന്നേ. പോവാൻ. നടക്ക്. അയ്യോ, അയ്യോ. പ്രതാപ. അയ്യോ സാറേ, അമ്മ പാവാ സാറേ, ഒന്നും ചെയ്യില്ല സാറേ. മിണ്ടാതിരിക്കടാ, കിടന്ന് ചിലക്കാതിരിക്കും. അയ്യോ, വാ ഇങ്ങോട്ട്. എന്നെ വിട്. ബഹളം വെക്കാൻ നടക്കടി ഇങ്ങോട്ട്. വരാൻ ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് നടക്കാൻ. ഞാൻ പറയുന്നത് കേക്ക് പോലീസുകാരി. നടക്കടി. പിടിക്കല്ലേ. വാടി ഇങ്ങോട്ട്. എന്നെ വിട്ടേ. ഞാൻ ഏയ്, നിക്കടി. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. അമ്മ അയ്യോ, അമ്മ പാവാ സാറേ. വാടി ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവരോട് ഉപദ്രവിക്കരുതെന്ന് പറയാ സാറേ, ഒന്നും ചെയ്യില്ല സാറേ. നീ ഒന്ന് മിണ്ടാതിരിക്കടാ അവിടെ. പ്രതാപ എന്നെ പിടിച്ചടാ. നടക്കാൻ. പിടിച്ചിറക്കിക്കൊണ്ട് വാ. അയ്യോ. എന്റെ പൊന്നു ഇങ്ങോട്ട് വാ. അമ്മയെ പിടിച്ച് വലിക്കരുതെന്ന് പറ സാറേ. ഇങ്ങോട്ട് വാ. പറയാ സാറേ. വാ ഇങ്ങോട്ട്. എന്നെ കൊണ്ടുപോകാൻ പോവാടാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ നിന്റെ കെട്ടിയോള് കൊണ്ടുപോയി കേസ് കൊടുത്തതാടാ. അയ്യോ. മിണ്ടാന്നില്ലടി. അയ്യോ, അമ്മ നിരപരാധിയാ സാർ. ആ. അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നിന്നോട് അതേപ്പറ്റി എന്തെങ്കിലും ചോദിച്ചോ? പറയാനുള്ളതൊക്കെ നമുക്കങ്ങ് സ്റ്റേഷനിൽ പോയിട്ട് പറയാം. അത് വേണ്ട സാറേ. കൈ 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 പിടിച്ച് കയറ്റവരെ. വേണ്ട, ഞാൻ വാടി വരുന്നില്ല. ഇങ്ങോട്ട് നടക്കാൻ. ഞാൻ പിന്നെ വരാം. ഇങ്ങോട്ട് നടക്ക്. എന്റെ പൊന്ന് സാറാ, ഞാൻ ഇന്നുവരെ നടക്ക്. പോലീസ് വണ്ടി കേറിയിട്ടില്ല. പിന്നെയല്ലേ അയ്യോ എന്റെ കൈ. ഇങ്ങനെയൊക്കെയല്ലേ പോലീസ് ജീപ്പിൽ കയറാനുള്ള അവസരം. പോലീസ് ജീപ്പും സാധാരണ വാഹനം പോലെ തന്നെയാ. അയ്യോ. 4 വീലും ഒരു എഞ്ചിനും ഉള്ള വണ്ടി. അയ്യോ മര്യാദയ്ക്ക് അങ്ങോട്ട് കയറാ. വായി ഈ കളവെ പിടിച്ചങ്ങോട്ട് കയറ്റ. പ്രതാപ ഇങ്ങോട്ട് വരാൻ. അയ്യോ എന്റെ കയ്യേ. എനിക്ക് ഞാൻ തന്നെ കയറിക്കോട്ടെ. എന്റെ കേറ്, കൈ ഒടിഞ്ഞു കേറ് പോയല്ലോ. അങ്ങോട്ട് കേറ്. പോലീസുകാരി എന്നെ പിടിച്ച് കേറ്. വിട്ട്. അയ്യോ എന്റെ കൈ ഒടിഞ്ഞു പോയല്ലോ. മിണ്ടായിരിക്ക്. അയ്യോ പ്രതാപ. നിന്നെ ഇനി പ്രത്യേകിച്ച് പിടിച്ച് കയറണോ? സാറേ, സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ള ഒരു പാവം കാശുകാരനാ ഞാൻ. നിലയും വിലയും കാശും ഉണ്ടെങ്കിൽ എന്ത് കാടത്തും കാണിക്കുമല്ലേ? ഇല്ല. നിനക്ക് കാശുണ്ടെങ്കിൽ നീ നിന്റെ കയ്യിൽ വെച്ചേക്കണം. നിന്റെ കാശിന് കാലണയ്ക്ക് പോലും വിലയില്ലാത്ത സ്ഥലമുണ്ടെന്ന് നീ ഓർക്കണം. ഇത് കുടുംബകാര്യമല്ലേ സാറേ? ആണോ? പിന്നെന്തിനാടാ ഞങ്ങളിവിടെ വന്നത്? വെറുതെ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയോ നിന്നെ നിന്റെ അമ്മയും വന്ന് കാണണമെന്ന്? എന്താടാ, നീ ഞങ്ങൾക്ക് മാസപ്പടി തരുന്നുണ്ടോ നിന്നെ വന്ന് മുഖം കാണിക്കാൻ? അത് സാറേ. കേരള അങ്ങോട്ട്. അയ്യോ അയ്യോ. ആ, നടക്ക്. ഞാൻ വരാം സാറേ. അയ്യോ അയ്യോ എന്റെ പ്രതാപ. അയ്യോ ഞാൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്? അയ്യോ എന്റെ പൊന്നു സാറേ. അയ്യോ എന്റെ പൊന്നു സാറേ, ഇന്ന് വരെ ഒരു എറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല ഞാൻ. ആ. അയ്യോ ഉറുമ്പിനെ ദ്രോഹിക്കാത്തവരെ മനുഷ്യനെ ദ്രോഹിക്കുന്നവരുണ്ട്. എവിടെന്ന്? ഉറുമ്പ് കടിക്കുന്നതുകൊണ്ടാ അതിനെ വെറുതെ വിടുന്നത്. എന്റെ പൊന്നു പ്രതാപ, അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നമ്മുടെ പാവപ്പെട്ട മരുമോളെ നുള്ളരുത് നുള്ളരുത്. നീ കേട്ടായിരുന്നോടാ? എന്റെ പൊന്നു സാറേ, ഒന്നും ചെയ്യല്ലേ. ആ, അത് ശരിയാ സാറേ. അമ്മ പറഞ്ഞതാ, കരഞ്ഞെന്റെ കാല് പിടിക്കുകയും ചെയ്താ. എന്റെ ഭാര്യ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഇവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് സത്യസന്ധയായ ഒരു സ്ത്രീയാണെന്ന്. ആ വണ്ടി എടുക്കണോ സാർ? അയ്യോ കാണ്ട കൊണ്ടുപോണു. അയ്യോ മോളെ, ഭർത്താവിനെ അമ്മായിയമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയെന്ന പേരുദോഷം എനിക്ക് വരുമോ? ഇതാണ് അമ്മയെ പോലുള്ളവര് സമൂഹത്തെ ഭയക്കുന്നുണ്ടെന്ന് കണ്ണേട്ടനും അനന്തേട്ടനും ഒക്കെ പറഞ്ഞത്. നമ്മൾ ഒരുപാട് അടങ്ങി ഒതുങ്ങി ജീവിച്ചതല്ലേ അമ്മേ? എന്നിട്ട് അവര് നമുക്ക് സ്വസ്ഥത തന്നിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ എടുത്തില്ല, അമ്മ മാത്രമാണ് അവിടെ. അപ്പൊ ആരെയും ഭയക്കാതെ അമ്മയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റണ്ടേ? ആ, അമ്മയും മോനെയും പോലീസ് തൂക്കിയെടുത്തോണ്ട് പോയിട്ടുണ്ട്. അമ്മയെ കൊണ്ടുപോകണ്ടായിരുന്നു. അവരെയാ കൊണ്ടുപോകേണ്ടത്. അവരവരുടെ മോനെ വഴിതെറ്റിച്ചത് മാത്രമല്ല, കൊച്ചുമോളെ ഇല്ലാതാക്കി കളഞ്ഞു. ഇനി കരുണ അറിയുമ്പോ എന്തു പറയൂ എന്തോ.
എന്തു പറഞ്ഞാലും അതൊന്നും കാര്യമാക്കണ്ട. അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ട്. അമ്മ സഹിച്ചതുപോലെ ഒരമ്മയും സഹിച്ചിട്ടുണ്ടാവില്ല. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? അമ്മേ, സത്യം പറഞ്ഞ അമ്മ ലോക്കപ്പിൽ കിടക്കുന്ന കരുണയുടെ അച്ഛനെ പോയി കാണേണ്ടതാ. അമ്മയ്ക്ക് വരാൻ സമ്മതമാണെങ്കിൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവാം. ആ ശരിയാ അമ്മേ. അയാളും അയാളുടെ അമ്മയും അവിടെ കിടന്ന് വാശി കാണിക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. എനിക്ക് ആരെയും ജയിക്കണ്ട മോളെ. എന്നെ അവരൊരു മനുഷ്യ സ്ത്രീയായി കണ്ടാ മതി. ഈ ജന്മം അവരാരും അങ്ങനെയൊന്നും കാണാൻ പോകുന്നില്ല. അങ്ങനെ കാണണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഭയം വരണം. കരുണയുടെ അച്ഛനൊരു ദുഷ്ടന്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അയാള് പിന്നെ എന്തും ചെയ്യും. ചെയ്യട്ടെ. അയാൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തല്ലോ. മര്യാദയ്ക്ക് ജീവിച്ച അമ്മയുടെയും മോന്റെ വാർദ്ധക്യം നല്ല രീതിയിൽ കടന്നുപോകും. അല്ലെങ്കിൽ രണ്ടും ജീവിതകാലം ജയിലിൽ കിടക്കാനുള്ള അവസരം ഉണ്ടാക്കും ഞങ്ങൾ രണ്ടാളും കൂടെ. ഞങ്ങൾക്ക് വക്കീൽ ഫീസ് പോലും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കേസ് പറഞ്ഞു മടുക്കും പ്രതാപനും അയാളുടെ അമ്മയും. അമ്മേ, ദേ ഇപ്പോ ഞങ്ങളുടെ കയ്യിൽ കംപ്ലൈന്റ് എഴുതി തന്നില്ലേ? അതുപോലെ തന്നാ മാത്രം മതി. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതെ, കണ്ണേട്ടനും അനന്തോട്ടനും പറയുന്നത് പോലെ അമ്മ എന്താന്ന് വെച്ചാൽ അത് ചെയ്താ മതി. അല്ലാതെ നാളെ എന്തു വരുമെന്നോ എന്ത് സംഭവിക്കുമെന്നോ ഒന്നും ചിന്തിക്കണ്ട. ഇതൊരു മുന്നറിയിപ്പാണമ്മേ. ഇവിടം കൊണ്ടും പ്രതാപനും അയാളുടെ അമ്മയും പഠിച്ചില്ലെങ്കിൽ ഇനി നമുക്കല്ല അവർക്കേ നഷ്ടം ഉണ്ടാവും. വട അമ്മ എന്തായാലും ഞങ്ങളുടെ ഒന്നും കൂടെ വന്ന് നിൽക്കില്ല. അപ്പോ അമ്മയുടെ തറവാട്ടിൽ അമ്മയ്ക്ക് അമ്മ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റണം. അത് മാത്രമല്ല, അമ്മയുടെ ദേഹത്തിന് ആരെങ്കിലും കൈവച്ചാ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവർക്ക് രണ്ടാൾക്കും തോന്നണം. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അമ്മ വിഷമിക്കുന്ന? ഇങ്ങോട്ട് ഇറങ്ങടാ. എടി, ഇനി നിന്നോട് പ്രത്യേകം പറയണോ? ഇറങ്ങടി ഇങ്ങോട്ട്. തൽക്കാലം ക്യാമറയൊന്നുമില്ല, പത്രക്കാരും ചാനലുകാരും ഒന്നുമില്ല. അത്രയ്ക്ക് ഫേമസ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ. അമ്മേ, ഇറങ്ങമ്മേ. ഇങ്ങോട്ട് ഇറങ്ങടി. ഇറങ്ങി പാടി. ഓ, ഇറങ്ങാം ഇറങ്ങാം ഇറങ്ങാം. ആ ഇറങ്ങ ഇറങ്ങ. ഒന്നും ചെയ്യല്ലേ. അയ്യോ, വയസ്സായ സ്ത്രീയാണ്. ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ, ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യല്ലേ. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. പോലീസ് വാഹനത്തിലൊന്നും കയറിയിട്ടില്ലെന്നും പോലീസ് സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ലെന്നും അല്ലേ പറഞ്ഞത്? ഇപ്പൊ പോലീസ് വാഹനത്തിൽ കയറിയല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇനി സ്റ്റേഷനൊക്കെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് വേണം കോടതിയും ജയിലും ഒക്കെ ഒന്ന് കാണാൻ. എന്നെ കോടതി കൊണ്ടുപോവോ? കോടതിക്ക് നിങ്ങളെ കാണാനേ വലിയ കൊതിയാ. ആ, അതുകൊണ്ടേ ജഡ്ജ് പ്രത്യേകം പറഞ്ഞിരിക്കുക. എന്താടാ ഇവരുടെ പേര്? ഗൗരി. അപ്പൊ നിന്റെ അച്ഛന്റെ പേര് ഗൗരീശൻ എന്നാണോ? അല്ല, പുരുഷൻ. ആ, എന്നാ പുരുഷന്റെ മോനും പുരുഷന്റെ ഭാര്യയും അങ്ങോട്ട് നടക്കാൻ നോക്ക്. എന്റെ പൊന്ന് സാറേ, നടക്ക് പേടിയാ. നടക്ക് നടക്ക്. പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് കാണണ്ടേ? നടക്ക് നടക്ക്. എന്നെ വീട്, ഞാൻ വന്നോളാം. കാല് വയ്യ, എന്നെ വീട്. പ്രതാപ, എന്താ അമ്മ ഈ കാണിക്കുന്നേ? നീ പോടാ അവിടുന്ന്. എനിക്ക് പോലീസ് സ്റ്റേഷൻ കാണണ്ട പോലീസുകാരാ. അതെങ്ങനെ ശരിയാവും?
പോലീസ് സ്റ്റേഷനൊക്കെ പുറത്തു നിന്ന് കണ്ടാ മതിയോ? വേണ്ട. അതൊക്കെ അകത്ത് കയറി കാണണ്ടേ? അയ്യോ വേണ്ട. പഴയ പോലീസ് സ്റ്റേഷനൊന്നും അല്ല ഇപ്പോഴത്തേത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോങ്ങോട്ട് കൊണ്ടോല്ലേ? എന്നെ കൊണ്ടുവന്നടാ. അയ്യോ 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 വേണ്ട. ഞാൻ തന്നെ വന്നോളാ. ഞാൻ തന്നെ വന്നോളാ. അയ്യോ എന്നെ ഒന്ന് വിട്. ഇങ്ങോട്ട് കേറ്. അയ്യോ വരാൻ. കൊല്ലല്ലേ. അയ്യോ കൊല്ലല്ലേ. അയ്യോ എനിക്ക് പേടിയാണ്. കൊല്ലല്ലേ. ലോക്കപ്പ്. ഇതെന്തിനാണ് ലോക്കപ്പ്? എനിക്ക് ലോക്കപ്പ് കാണുമ്പോ പേടിയാ. അയ്യോ എനിക്ക് ലോക്കപ്പ് കാണുമ്പോ പേടിയാ. അയ്യോ എന്നെ കൊന്നേ. എന്റെ മോനെ പ്രതാപ. അയ്യോ ഒരുത്തി കള്ളക്കേസ് തോന്നുന്നു കരുതി പാവപ്പെട്ട എന്റെ അമ്മ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാ നീ എന്ത് ചെയ്യൂടാ? ഇവരെ ഉപദ്രവിക്കുമ്പോഴല്ലേ നിനക്ക് പ്രയാസം. വിപിനെ തുറക്കടോ. തുറക്ക. അയ്യോ ഇതെന്തിനു തുറക്കുന്നേ? വേണ്ട തുറക്കല്ലേ. എന്റെ മോനെ